ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA തന്നെ നമ്മോടൊപ്പം ടെലിഫോണായി ചേരുകയാണ്. പ്രതികരിക്കാൻ ശ്രീ IC ബാലകൃഷ്ണൻ, താങ്കൾക്കെതിരെയാണ് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന കത്തിൽ ആത്മഹത്യാ കുറിപ്പിലും താങ്കളുടെ പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ? ഈ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കൃത്യമായി അന്വേഷിക്കട്ടെ, പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ. അതിനൊന്നൊരു തർക്കവുമില്ല. എന്റെ സാമ്പത്തിക സ്രോതസ്, ഞാൻ കൊടുത്ത പരാതി, അതോടെ വിജിലൻസ് അന്വേഷണം, ഏത് അന്വേഷണവും നേരിടാൻ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സത്യസന്ധമായ അന്വേഷണം നടക്കണം. ഇനി ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെടണം. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. നീതിന്യായ കോടതി ഇവിടെയുണ്ട്. പോലീസിന്റെ അന്വേഷണം നീതിപൂർവമായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോ റഫീഖ് പറഞ്ഞ് ഞാൻ കേട്ടു, രാജിവെക്കണോ വേണ്ട എന്നുള്ളത് എന്റെ പാർട്ടി തീരുമാനിക്കും, പാർട്ടി പറയും. പക്ഷേ ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയാൽ ആത്മഹത്യക്കുറിപ്പ് കൃത്യമായുള്ള അന്വേഷണങ്ങള്, അതിനെക്കുറിച്ച് വിശദീകരണങ്ങള്, അതൊക്കെ നടപടിക്രമങ്ങളില്ലേ, അത് പോലീസ് പൂർത്തിയാക്കട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ പൂർത്തിയാക്കട്ടെ. അതല്ലേ വേണ്ടത്. അതിന് ഞാൻ തയ്യാറാണ്. ഏത് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്. അതിനൊരു ഒരു വ്യതിയാനം പോലും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, ഒരു ഒളിച്ചോടൽ പോലും ഉണ്ടാവില്ല. ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ് ശ്രീ IC ബാലകൃഷ്ണൻ. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഈ നിയമനത്തിന്റെ പേരിൽ MLA പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നാണ് NM വിജയന്റെ കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നത്. അങ്ങനെ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരോടും പണം വാങ്ങാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ആവശ്യപ്പെട്ടതിന്റെ പേരില് ഒരാളടുത്ത് പണം ചോദിക്കുമ്പോൾ ആ പണം മൂന്നാമതൊരാളില്ലാതെ പണം കൊടുക്കുമോ? അങ്ങനെ ഏത് ഉദ്യോഗസ്ഥയാ കൊടുക്കുക? അങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥികൾ എന്നെ കാണാൻ, വിജയേട്ട മരിച്ചിട്ട് ഇത്ര ദിവസമായി, അല്ലെങ്കിൽ അദ്ദേഹം അവർക്ക് ജോലി കൊടുക്കാമെന്ന് പണം വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടാത്ത സാഹചര്യത്തില് ഏതെങ്കിലും ഉദ്യോഗസ്ഥികൾ എന്റെ അടുത്ത് വരണ്ടേ? കാരണം അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ പണം കൊടുത്തു, ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല. ഒരു ഉദ്യോഗാർത്ഥികളും ഈ നിമിഷം വരെ എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ. പക്ഷേ ശ്രീ NM വിജയൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് താങ്കൾക്ക് പണം വാങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോടാണല്ലോ സ്വാഭാവികമായും ചോദിക്കുന്നുണ്ടാവുക ശ്രീ IC ബാലകൃഷ്ണൻ. ഒരിക്കലും NM വിജയേട്ടൻ ഇടനിലക്കാരനായി നിൽക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ഏജന്റ് എനിക്കില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം ഓർഡർ ഇട്ടു. സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് എന്റെ ആവശ്യം. സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നാണ് എന്റെ ആവശ്യം. ഞാൻ ഇത്ര പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ സാമ്പത്തിക സ്രോതസ്, എന്റെ അക്കൗണ്ടുകള്, എന്റെ സാമ്പത്തിക സ്രോതസ് കൃത്യമായി അന്വേഷണം നടത്തണം. ആ കൃത്യമായി അന്വേഷണം നടക്കുമ്പോഴേ കാര്യങ്ങൾ പുറത്തു വരുള്ളൂ. പുറത്തു വരുന്നതിന് മുൻപ് ഒരാളെ പ്രതികൂട്ടിലാക്കുന്നതിന് വേണ്ടിയല്ല. അത് വെറും CPM-ന്റെ വ്യാമോഹമാണ്, രാഷ്ട്രീയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ശ്രീ IC ബാലകൃഷ്ണൻ താങ്കളുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം എന്താണ് എന്ന് നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ നിയമന വിവാദം, കോഴ ആരോപണം ഒക്കെ ഉയർന്നപ്പോൾ പറയുന്ന മറ്റൊരു കാര്യമുള്ളത്, ഒരു തുകയുടെ ഒരു ഭാഗം താങ്കൾ തിരിച്ചു നൽകാൻ തയ്യാറായി, താങ്കൾ ഇടപെട്ട് തിരിച്ചു നൽകി എന്നതാണ്. ബാക്കി തുകയുണ്ട് എന്നുകൂടിയാണ് ഈ കുറിപ്പിൽ കൃത്യമായി പറയുന്നത്. കത്തിൽ പറയല്ലോ ഏത് സാമ്പത്തികമാണ് എന്ന് പറയല്ലോ, എത്ര കോടിയാണെന്ന് പറയട്ടെ. അന്നേരം അതിന്റെ മറുപടി പറയാം. പോലീസ് അന്വേഷിക്കട്ടെ, പോലീസിന്റെ മൊഴിയെടുക്കട്ടെ. അത് വ്യക്തമായി പറയാൻ കഴിയും. അദ്ദേഹം കത്തിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ തിരിച്ചു കൊടുത്തെന്ന് പറയുമ്പോ അതിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സാഹചര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. അല്ല, അദ്ദേഹം മരിച്ചുപോയല്ലോ സാർ, നമുക്ക് പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് അറിയാൻ കഴിഞ്ഞത്? അങ്ങനെ ഒരു തുക നൽകിയിട്ടുണ്ടോ താങ്കൾ? ഒരിക്കലും ഞാൻ നൽകിയിട്ടില്ല. എന്റെ അടുത്ത് വായ്പ വാങ്ങിച്ചിട്ടുണ്ട് NM വിജയൻ, വായ്പ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പല ആളുകളടുത്തും വായ്പ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അവരോട് നേരിട്ട് NM വിജയൻ പറഞ്ഞ കാര്യം കൃത്യമായി അവർ പറയുമല്ലോ. NM വിജയൻ ഇത്ര വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എങ്ങനെയാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കളുടെ സഹപ്രവർത്തകനായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ, പറയണ്ടേ? ഇതാരൊക്കെയോ ഏജന്റാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തെ. അതാണ് അന്വേഷണം നടത്തേണ്ടത്. IC ബാലകൃഷ്ണൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ അയച്ച കത്താണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നുകൂടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർട്ടി നേതൃത്വം അറിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്കെതിരെ വന്ന ആരോപണം, അടിസ്ഥാനപരമായി അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ്
ആത്മഹത്യാക്കുറിപ്പിൽ പൂർണ്ണമായി പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായി പുറത്തുവിടണം. ഒരു വിഭാഗം മാത്രം പുറത്തുവിടുന്നത് ശരിയല്ല. ഇല്ല, അതിൽ പൂർണ്ണമായി തന്നെ പറയുന്നുണ്ട് ശ്രീ IC ബാലകൃഷ്ണൻ. ഒരു അച്ഛൻ തന്റെ ഭിന്നശേഷിയുള്ള മകനെ കൂടി വിഷം നൽകിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്റെ മക്കളെ ഇനി രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈകാരികമായ കുറിപ്പ് എഴുതുന്നത്. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കുറിപ്പിൽ എഴുതേണ്ട കാര്യമില്ലല്ലോ. ഈ ആത്മഹത്യക്കുറിപ്പ് കൃത്യമായി വെളിപ്പെടുത്താൻ തയ്യാറാകണം, പോലീസ് തയ്യാറാകണം. ആത്മഹത്യക്കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ സംശയിക്കപ്പെടുന്നു. അതിലൊരു ഭാഗത്തിലാണ് സർ താങ്കളുടെ പേര് കൃത്യമായി ഉള്ളത്. അതെ, അതൊരു ഭാഗത്തിൽ നിങ്ങൾ പറയുന്നു. മറുഭാഗം എന്താ വിടാത്തത്? ലഭിച്ച പോലീസിന് അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച പൂർണ്ണമായ ഭാഗത്തിൽ തന്നെ അതിൽ പ്രധാനമായും പറയുന്നത് താങ്കൾ പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നത് തന്നെയാണ്. മാത്രമല്ല അതിൽ വലിയ ബാധ്യതയുണ്ടായി, ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായി, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ആ കുറിപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് കൃത്യമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വരട്ടെ, കൃത്യമായുള്ള മൊഴി ഞാൻ കൊടുക്കാം. എന്റെ ഭാഗം കൂടി കേൾക്കണ്ടേ പോലീസ്? വരട്ടെ. ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ശ്രീ വിജയന് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒരിക്കലും ഞാൻ എങ്ങനെയാണ് ഇത്രയും സാമ്പത്തിക ബാധ്യത ഉള്ളതെന്ന് കൃത്യമായി പരിശോധിക്കപ്പെടണം. എവിടെ നിന്നൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടണം. അല്ല, താങ്കൾ പണം നൽകുമ്പോൾ തീർച്ചയായും താങ്കൾ വായ്പയായി പണം നൽകുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കാണുമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കാണുമല്ലോ അല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖാന്തരം ഞാൻ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തും.